മഞ്ഞ് മൂടിയ അന്റാർട്ടിക്കൻ കടലിന് നടുവിലിരുന്ന് ഒരു രാജകീയ ഭക്ഷണം ആസ്വദിച്ചാലോ? ഉള്ളത് പറയാതിരിക്കാൻ പറ്റും. അത് അർജന്റീനൻ വൈനാണ്. അതൊരു ക്ലാസ്സായ ട്രീറ്റാണ്. ഇത് ബട്ടർ വൈറ്റ് ഫിഷാണ്. നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലെ വലിയ ഡീപ് ഫ്രൈ ഒന്നുമല്ല ഇത്. ഈ കുരുമുളക് കൂടെ ചേർക്കട്ടെ. വിഭവ സമൃദ്ധമായ ഡിന്നറിനോടൊപ്പം ആർക്കും വേണ്ടെന്ന് പറയാൻ തോന്നാത്ത അർജന്റീനൻ വൈനും. എക്സ്പെഡിഷൻ ടീമിന്റെ കോർഡിനേറ്ററാണ്. ഇത് ഈ കപ്പലിലെ ഒരു ചെറിയ ലൈബ്രറിയാണ്. മധുരപ്രിയരുടെ സ്വർഗം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. മഞ്ഞ് മൂടിയ അന്റാർട്ടിക്കൻ കടലിന് നടുവിലിരുന്ന് ഒരു രാജകീയ ഭക്ഷണം ആസ്വദിച്ചാലോ? ദാ അന്റാർട്ടിക്ക പനോരമ റെസ്റ്റോറൻറ്റിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ ആൽബട്രോസിൻ്റെ ഓഷ്യൻ വിക്ടറി അതിൻ്റെ മെയിൻ ഡൈനിങ് ഹാളിൽ. ഇതിൽ 2 ഡൈനിങ് ഹാളുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും ബുഫയാണ്, വൈകുന്നേരം അലക്കാട്ടയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഐറ്റം. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല തണുപ്പല്ലേ. അപ്പോൾ തണുപ്പത്ത് ഒരു തായ് സൂപ്പ്, തോമിയൻ, അതെല്ലാം വേൾഡ് ഫേമസ് ആണ്. തായ് സൂപ്പ്, തോമിയൻ ഓർഡർ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഫിഷാണ് ഓർഡർ ഇരിക്കുന്നത്. അത് ഇവിടുത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫിഷാണ്, വൈറ്റ് ഫിഷ് എന്ന് പറയും. അത് ഓർഡർ ഇരിക്കുകയാണ്. ആദ്യം ഇത് വന്നു. അപ്പോൾ 3 കോഴ്സ് മെനു ആണ് അവർക്ക് ഈ ഡിന്നറിനുള്ള അവരുടെ അലക്കട്ട. പക്ഷേ ഉള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ തായ്ലൻഡിൽ പോയി തോമിയൻ സൂപ്പ് കഴിച്ചിട്ടുണ്ട്. അതൊരു കിടിലൻ സൂപ്പ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇവർ ശരിയാക്കിയപ്പോൾ അതുപോലെയൊന്നും ആയിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയ വകഭേദം. ഇവിടെ ഇവർ ഈ ഫുഡിനോടൊപ്പം ഓപ്ഷണലായിട്ട് റെഡ് വൈനും വൈറ്റ് വൈനും ഉണ്ട്. അത് അർജന്റീനൻ വൈനാണ്. അപ്പോൾ അത് ഒരു 1-2 പേര് എപ്പോഴും കുപ്പിയുമായിട്ട് ഓരോ ടേബിളിൽ വരും. ആവശ്യം പോലെ അത് ഒഴിച്ചു കുടിക്കാം. അതൊരു ക്ലാസ്സായ ട്രീറ്റാണ്. അപ്പോൾ എന്താണെങ്കിലും അർജന്റീനൻ വൈനായതാണെങ്കിലും നല്ല വൈനാണ്. അപ്പോൾ ഇതെല്ലാവരും ആസ്വദിച്ച് അത് കഴിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത 2ാമത്തെ ഐറ്റം വന്നു. ഇത് ബട്ടർ വൈറ്റ് ഫിഷാണ്. എൻ്റെ കൂടെയുള്ള കക്ഷികൾക്ക് ഇത് ലാംബ് ഐറ്റം, ഇത് ചിക്കനാണ്. പിന്നെ ഇത് നമ്മുടെ ഇന്ത്യൻ സമൂസ. ഇപ്പം ഇത്രയും ഐറ്റം ഉണ്ട്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അഭിപ്രായം പറയും. വൈറ്റ് ഫിഷ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പോലെ വലിയ ഡീപ് ഫ്രൈ ഒന്നുമല്ല ഇത്. പക്ഷെ എന്നാലും നമ്മളെ സാധാരണ കഴിക്കുന്ന ആ മീനിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഒരു രുചിയുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഈ കപ്പലിലാണെങ്കിലും നല്ല ഫ്രഷ്നെസ് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ്. ഈ കുരുമുളക് കൂടെ ചേർക്കട്ടെ. കുരുമുളക് കൂടെ ചേർത്തപ്പോൾ ആ കുരുമുളകിൻ്റെ ഒരു കുത്തലൂടെ ചേരുമ്പോൾ കുറേ കൂടെ നമുക്കെന്താണ് കുറേ കൂടെ ടേസ്റ്റ്ഫുള്ളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ കടലിൻ്റെ അനന്തമായ ഭംഗിയും കണ്ട് അല്പം ആഡംബരത്തോടെ ഭക്ഷണം കഴിക്കാൻ ഇതിനേക്കാൾ മികച്ചൊരു സ്ഥലം വേറെയില്ല. വിഭവ സമൃദ്ധമായ ഡിന്നറിനോടൊപ്പം ആർക്കും വേണ്ടെന്ന് പറയാൻ തോന്നാത്ത അർജന്റീനൻ വൈനും ഒരു 1.5 അനുഭവമാണ്. ഈ യാത്രക്കിടയിൽ അല്പം റിലാക്സ് ചെയ്യാൻ ചൂടോടെ ഒരു കാപ്പിയോ ചായയോ കുടിച്ച് ഈ കടൽ കാഴ്ചകളും കണ്ടുകൊണ്ട് ഇവിടെ നമുക്കിരിക്കാം. കപ്പലിലെ തണുത്ത കാറ്റിന് നല്ല ചൂടൻ വിഭവവും വൈനും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം അത് അനുഭവിച്ച് തന്നെ അറിയണം. I'm just making some time for the people who is out there getting their drink. Of course, and everybody, the very fine receptionists also. We're fortunate to have good weather, and we're very lucky with that.
request for the cycle. Thank you very much. ക്ലൗഡിയ ഈ എക്സ്പെഡിഷൻ ഷിപ്പിൻ്റെ എക്സ്പെഡിഷൻ ടീമിൻ്റെ കോർഡിനേറ്ററാണ്. വളരെ ഗംഭീരമായി വളരെ സ്മാർട്ടായി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വളരെ നന്നായി ഈ 12 ദിവസവും ഈ പരിപാടികളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഇവരാണ്. എന്തുകൊണ്ടും വളരെ ഒരു ഗംഭീരമായ ഓപ്പറേഷനാണ് ഇവർ നടത്തിയത്. ഇത് ഈ കപ്പലിലെ ഒരു ചെറിയ ലൈബ്രറിയാണ്. മധുരപ്രിയരുടെ സ്വർഗം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ചോക്ലേറ്റ് കേക്കുകളും ഫ്രൂട്ട് സലാഡുകളും കണ്ടാൽ തന്നെ വായിൽ വെള്ളമുറും. ഭക്ഷണശേഷം ഇത്തരമൊരു ഡെസർട്ട് ബുഫേ കിട്ടിയാൽ പിന്നെ ഈ യാത്ര എന്ത് പൂർണ്ണമായി. കഴിഞ്ഞ 12 ദിവസത്തെ അന്റാർട്ടിക്കൻ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തുക. അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ നടുക്കടലായിരുന്നു. രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ ഈ ഉഷുവായ സിറ്റി കണ്ടാണ് ഉണർന്നെഴുന്നേറ്റത്. ഇപ്പോൾ കപ്പലിവിടെ ആങ്കർ ചെയ്യാൻ പോവുകയാണ്. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ ഉഷുവായ സിറ്റിയിലേക്ക് ഇറങ്ങും. ഈ കഴിഞ്ഞ 11 രാത്രിയും 12 ദിവസത്തെയും യാത്രകൾ ഈ അന്റാർട്ടിക്ക എന്ന മഹാഭൂഖണ്ഡത്തിലൂടെയായിരുന്നു. അവിടുത്തെ വർണ്ണനാതീതമായ സിനിമാറ്റിക്കായ എന്തുകൊണ്ടും നമ്മളെ ജീവിതത്തിൽ ഇന്നേ വരെ ദർശിക്കാൻ പറ്റാത്ത ഒരുപാട് സുന്ദരമായ കാഴ്ചകളും സുന്ദര നിമിഷങ്ങളും സുന്ദരമായ അനുഭവങ്ങളും നമുക്ക് സമ്മാനിച്ച ഈ അന്റാർട്ടിക്കൻ യാത്ര കഴിഞ്ഞ് ഈ കപ്പൽ ഏതാണ്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ ഉഷാവയിൽ ആങ്കർ ചെയ്യുക. അപ്പോൾ ഈ 12 ദിവസത്തെ ഈ യാത്രകൾ നമ്മുടെ ജീവിതത്തിലെ എന്നുമെന്നും മെമ്മറബിൾ എന്നത് മാത്രമല്ല ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങിയ ഈ ഉഷാവ സിറ്റി, അടുത്തത് ബ്യൂണസ് അയേഴ്സ് ആണ്. അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. എല്ലാ ലൈറ്റുകളും വാം ലൈറ്റുകളാണ്. ഇവിടുന്ന് പോകുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. ഇത് ഗേറ്റ് വേ ഓഫ് അന്റാർട്ടിക്കയാണ്. സെൽഫോൺ മെയിനായിട്ട് മേക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഉസുവായിലെ ഓൾഡ് എയർപോർട്ടാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് മാർട്ടിൽ ഗ്ലേഷ്യർ. ഉയരത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. വീട്ടിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ പോയി. ഇവിടെ മണി വാല്യൂ വളരെ കുറവാണ്. അപ്പോൾ നടക്കുന്ന വഴിയാണ് ഒരു ചെറിയ ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പ് കണ്ടത്. ഞങ്ങൾ ഈ സിറ്റിയിലൂടെ നടന്ന ഉഷുവ പോർട്ട് വന്നു. ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഇതുപോലെയുള്ളവരെയൊക്കെ നമ്മൾ കാണുമ്പോഴാണ്.